അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അപ്പോൾ എന്താണ് ഇവിടെ തഅവ ഉസ്താദ് പറയുന്നത്? വെള്ളത്തിലേറ്റം അഫ്ളലേതാണെന്ന് വിവരിച്ച് തരുമോ താങ്കളും എനിക്കിന്ന്? അത് മുസ്തഫ നബി വിരലിനിടയിൽ നിന്നും പ്രവഹിച്ച വെള്ളം തന്നെ അന്നും ഇന്നും. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ മുഅ്ജിസത്തിൻ്റെ ഫലമായി അത് യുദ്ധവേളകളിലും അല്ലാത്ത അവസരങ്ങളിലൊക്കെ ഹബീബായ നബി തങ്ങൾ തൻ്റെ വിരലങ്ങോട്ട് വെച്ചു കൊടുക്കും വെള്ളം കുടിച്ചാൻ വേണ്ടിയിട്ട്. മഹാനായ അലിയും ഖറമല്ലാഹു വജ്ഹുവിനെ ഹുനൈനിയിലും അതുപോലെ തന്നെ പല അവസരങ്ങളിലും വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹബീബായ നബി തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്നും പ്രവഹിച്ച വെള്ളമാണ് ഒന്നാമൻ സ്ഥാനത്ത് നിൽക്കുന്നത്. രണ്ടാമതേതാണെന്നു കൂടി ഉണർത്തണേ, അത് സംസമാണെന്നുള്ള നാം ഓർക്കേടണേ. അത് സംസമാണെന്നുള്ളതും താനോർക്കണേ. സംസം വെള്ളമാണെന്ന രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. നമ്മളൊക്കെ ഹജ്ജിന് പോകുമ്പോൾ ഉംറക്ക് പോകുമ്പോൾ കൊണ്ടുവരുന്ന വെള്ളം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചിറകൊണ്ടടിച്ച് ഇസ്മായിൽ അലി ഇസ്ലാമിയുടെ കാലിട്ടടിച്ചപ്പോൾ ഉണ്ടായ വെള്ളം, അതാണ് സംസം. എന്നാൽ മൂന്നാമതേതാണ് അഫ്ളലെന്നും കൂടി പറയുന്ന പക്ഷം വിജയമായി പരിപാടി. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വെള്ളം ഹബീബായ നബി തങ്ങളുടെ കൈകളിൽ നിന്ന് നിർഗളിച്ച വെള്ളം, രണ്ടാമത്തത് സംസം വെള്ളം. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വെള്ളം ഏതാണ്? എന്നാൽ ഹബീബേ കേൾക്ക്, ഹൗലുൽ കൗസറ ഒഴുകുന്നതും സ്വർഗത്തിലാണെന്ന ഷഹറ. അത് ഹൗലുൽ കൗസറാണ്, ഹബീബായ നബി തങ്ങൾക്ക് നൽകിയ ഹൗലുൽ കൗസർ. അത് എവിടുന്നാണ് ഉത്ഭവിച്ചു വരുന്നതെന്നൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ബദറിൻ്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവനായ മൊയ്ൻകുട്ടി വൈദ്യർ ബിസ്മിയെ സംബന്ധിച്ച് പറഞ്ഞ ആ ഭാഗത്ത് നാം അത് പ്രതിപാദിച്ചിട്ടുണ്ട്, ഇനി ആവർത്തിക്കുന്നില്ല. എന്നാൽ നാലാമത്തേതാണെന്ന് കേൾക്കാൻ മോഹവും എനിക്കൊണ്ട് വേഗം തീർക്കണേയാദാഹവും. നാലാമത്തെ വെള്ളം, അതായത് നാലാം സ്ഥാനത്ത് നിൽക്കുന്ന വെള്ളം അതേതാണ്? അത് നൈൽ നദി തന്നെന്ന് പറയുന്നുണ്ട്. ഈജിപ്തിലാണെന്നതും നമുക്കറിവുണ്ട്. ഈജിപ്തിലാണെന്നും നമുക്കറിവുണ്ട്. ഈ കവിക്ക് പേച്ചാലും തഅവ കവിക്ക് പേക്കൂല. വിശ്വകവിയായിരുന്നു മഹാനായ തഅവ ഉസ്താദ്. അപ്പോൾ അതാ പറയണത്, നാലാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന വെള്ളം അത് നൈൽ നദീത്തെ വെള്ളമാണ്. അത് ഈജിപ്തിലാണെന്ന് നമുക്കറിയാലോ. നമ്മൾ പാട്ടൊക്കെ ഒരുപാട് പാടിയല്ലേ. നൈൽ നദി പുളഞ്ഞൊടി പാഞ്ഞ് നടക്കുന്ന നഫീസത്തുൽ മിസ്രിയായുടെ നാട്ടിൽ കിസ്സ പറഞ്ഞിടട്ടെ ഞാൻ, പൊന്ന് വിളയുന്ന മിസ്റെന്ന നാട്ടിലുള്ള വീട്ടിൽ. പിന്നീട് വെള്ളം എന്തിനോ സീറ്റുള്ളത് എന്നുള്ളതാണ് സോദരാ കിട്ടേണ്ടത്. അപ്പം നാലാം സ്ഥാനത്ത് നിൽക്കണത് വെള്ളം നൈൽ നദീത്തിനെന്ന് പറഞ്ഞു. പിന്നെ ഏതാണ്? അത് കേൾക്കണോ ലോകത്തെ വെള്ളം തുല്യമാ, ഒന്നൊന്നിനേക്കാൾ മെച്ചമില്ലത് വ്യക്തമാ. പിന്നെ ലോകത്തെല്ലാ വെള്ളവും കണക്കാണ് എന്ന് പറഞ്ഞു. വയൽക്കണ്ടത്തെ ആയാലും കടലിലത്തെ ആയാലും ഒക്കെ കണക്കാണ്. എന്നാൽ ഈ വിവരം എവിടെയാണ് പറയണമെന്നും കൂടിയും പറയാം. അല്ലെങ്കിൽ അപ്പോൾ കമൻറ്റിൽ കൂടെ അങ്ങനെ പേര് എവിടെ ഇത് പറഞ്ഞിരിക്കണേ, എന്താ ചെങ്ങായി ജി പറയുന്നത് എന്നൊക്കെ പറയും എന്നാണ്. ഈ വിവരം ഏതിലുണ്ടെന്ന് ഒന്നും കൂടി അതു കേൾക്കണോ സുബുക്കി മാമിൽ നിന്ന്, മിസ്ബാഹ് 2 ഉണ്ട് നോക്കാം വന്ന്. ഞങ്ങളൊരു ഈ സംസ്ഥാനത്തെ എത്തി എന്നിട്ട് പറഞ്ഞു പഠിക്കുമ്പോൾ, തഅവ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞൊരു മസാലിനെ പറ്റിയിട്ട്.
അപ്പോൾ ഉസ്താദ് എടുത്ത വൈക്ക് പറഞ്ഞു, എടാ തേവ പറയുന്നുണ്ടെങ്കിൽ തേവ അത് എവിടെ പറയുന്നുണ്ട്, എത്രാമത്തെ പേജിൽ ഇന്നോടത്ത് ഇന്ന പേജിൽ ഇത്ര നമ്പർ എന്ന് പറയുന്നുണ്ടാവുള്ളൂ, അതും കൂടിയാണ് നോക്കിക്കോളിന്ന് പറഞ്ഞു ഉസ്താദ്. ശരിയാണ്. അതുപോലെ അത് കേൾക്കണോ സുബുക്കി ഇമാമിൽ നിന്ന് മിസ്ബാഹ് 2 ഉണ്ട് നോക്കാം വന്ന് 119 പറയുന്നത് എന്നോർത്തു വേണേ പേജ് നീ മറിക്കേണ്ടത്. കല്യൂബിയിൽ നീ നോക്ക് വീണ്ടും 1 കാണുന്നതാണേ പേജ് നീ 18. അതാണ് തേവ ഉസ്താദ്.